Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ വരുന്നത് 6 ബ്ലോക്കുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ബ്ലോക്കാണ്, ആറാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് പഠിക്കാൻ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ? ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് അക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഈസ് നോൺ ആസ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിങ്ങിനെ കുറിച്ചുള്ള, അതായത് ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചുള്ള പഠനവും അതുപോലെ തന്നെ പ്രാക്ടീസുമാണ്. അക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സംസ്കാരങ്ങൾക്കിടയിൽ കേട്ടോ. അക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല പല സംസ്കാരങ്ങളിലുള്ള ആളുകൾ അവർക്കിടയിൽ എങ്ങനെ ആശയവിനിമയം നടത്താം. പല പല സംസ്കാരത്തിലുള്ള ആളുകൾ, അതാണ് അക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. പല പല സംസ്കാരങ്ങളിലുള്ള ആളുകൾക്കിടയിൽ എങ്ങനെ ആശയവിനിമയം നടത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനവും പ്രാക്ടീസുമാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് the wide range of communication issues and procedures. അപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാനും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഏതാനും ഇഷ്യൂസ്, ഏതാനും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില രീതികളുമാണ്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതികൾ, അതായത് അപ്പോൾ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ദാറ്റ് എറൈസ് എമംഗ് പീപ്പിൾ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആർക്കിടയിലാ? ആളുകൾക്കിടയിൽ. എത്തരത്തിലുള്ള ആളുകളെ? ഹൂ കം ഫ്രം വേരിയസ് എഡ്യൂക്കേഷണൽ, സോഷ്യോ ഇക്കണോമിക് ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള മത അതുപോലെ തന്നെ വിദ്യാഭ്യാസ, സോഷ്യോ ഇക്കണോമിക്, സാമൂഹിക സാമ്പത്തിക മേഖലകളിലുള്ള ആളുകൾ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിലീജിയസ്, സോഷ്യോ ഇക്കണോമിക് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ. അത്തരം ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക കോണ്ടെക്സ്റ്റ്, സന്ദർഭങ്ങൾ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലെ സംസാര രീതിയെ കുറിച്ചുള്ള പഠനമാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ, സോഷ്യോ ഇക്കണോമിക് ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകൾ, അത്തരം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊസീജിയേഴ്സും ഇഷ്യൂസുമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ടു കോംപ്രിഹെൻഡ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, കോംപ്രിഹെൻഡ് ചെയ്യാം. ഹൗ ഇൻഡിവിജ്വൽസ് ഫ്രം വേരിയസ് നേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് ബിഹേവ്. അതായത് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എങ്ങനെ പെരുമാറുന്നു. കൺവേഴ്സ്, അവരെങ്ങനെ സംസാരിക്കുന്നു. ആൻഡ് വ്യൂ ദ വേൾഡ്, അവരെങ്ങനെ ലോകത്തെ നോക്കി കാണുന്നു. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
വ്യത്യസ്ത രാജ്യങ്ങളിലെയും സംസ്കാരത്തിലും പെട്ട ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ലോകത്തെ നോക്കിക്കാണുന്നു, ഇതൊക്കെ മനസ്സിലാക്കുക. The goal of intercultural communication is intercultural communicationന്റെ ലക്ഷ്യം to recognize and respect persons from different cultural backgrounds. വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമുള്ള ആളുകളെ തിരിച്ചറിയുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷന്റെ ഗോള്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വ്യത്യസ്തമായ സംസ്കാരത്തിലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, ആശയവിനിമയം നടത്തുന്നതിന് ആണ് എന്ത് പറയുന്നത്? ഇന്റർകൾച്ചറൽ. അതായത് ഇന്റർകൾച്ചറൽ എന്ന് വെച്ചാൽ പല സംസ്കാരങ്ങളിലുള്ള ആളുകൾ അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൾച്ചർ? എന്താണ് കൾച്ചർ? ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എംപ്ലോയ്സ് ദ ടേം. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അതെന്താണെന്ന് മനസ്സിലായില്ലേ? വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്കിടയിലുള്ള ആശയവിനിമയം. അപ്പൊ ഈ ഒരു ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, ദ ടേം കൾച്ചർ, കൾച്ചർ എന്ന പദത്തെ ഉപയോഗിക്കുന്നത്, എംപ്ലോയ്സ് ദ ടേം കൾച്ചർ, കൾച്ചർ എന്ന പദത്തെ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു റെഫർ ടു എ ഗ്രൂപ്പ്സ് കളക്റ്റീവ് വേൾഡ് വ്യൂ. അതായത് ഒരു ഗ്രൂപ്പിന്റെ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ മൊത്തം വ്യൂ, അതായത് ഒരു വിഭാഗം വേൾഡിനെ എങ്ങനെ കാണുന്നു, അതാണ് കൾച്ചർ. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് ഒരാളുടെ കാഴ്ചപ്പാടല്ല. കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഗ്രൂപ്പ്സ് കളക്റ്റീവ് വേൾഡ് വ്യൂ, അതായത് ഒരു ഗ്രൂപ്പിന്റെ മൊത്തമായുള്ള ലോകവീക്ഷണമാണ് കൾച്ചർ. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ കളക്റ്റീവായിട്ടുള്ള വേൾഡ് വ്യൂ, അതിനെയാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ കൾച്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ എൻകംപാസസ്, കൾച്ചർ എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നു. എൻകംപാസസ് മീൻസ് ഇൻവോൾവ്സ് ഓർ ഇൻക്ലൂഡ്, ഉൾക്കൊള്ളുന്നു. എന്താണ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത്? ദ വേസ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് ഒരു കൂട്ടം ആളുകളുടെ ജീവിത രീതിയാണ്. The ways, രീതി, the ways in which a group of individuals establish shared meanings and behaviors. അതായത് ഒരു കൂട്ടം ആളുകൾ അവരുടേതായിട്ടുള്ള പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ മീനിങ്സും പങ്കുവെക്കുന്ന രീതി, പരസ്പരം ഷെയർ ചെയ്യുന്ന രീതി. ബിഹേവിയർ ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റം ആളുകൾ ഒരേപോലെ പെരുമാറുക. ഈ ഒരേപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഷെയർ ചെയ്യാന്ന് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കണ്ടോ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എസ്റ്റാബ്ലിഷ് ഷെയർഡ് മീനിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് ഒരു പറ്റം ആളുകൾ എങ്ങനെയാണ് അവരുടേതായിട്ടുള്ള ഒരു വ്യൂ, കാരണം അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു ബിഹേവിയർ, അവർക്ക് എല്ലാവർക്കുമുള്ള മീനിങ്സ്, അതിന് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ്, നമുക്കിടയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ ആവാം, ഇക്കണോമിക് ആവാം, റിലീജിയസ് ആവാം, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആവാം, അതായത് സാമൂഹിക ഘടനകളാവാം. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കിടയിലെ സ്ഥാപനങ്ങൾ, അതും എങ്ങനത്തെ സ്ഥാപനങ്ങൾ? റൂറ്റഡ് ഇൻ എ ഡീപ്പ് സീറ്റഡ് ഫ്രെയിംവർക്ക്, അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഘടനയിൽ നിലനിൽക്കുന്ന, റൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുക,
എന്തിന് നിലനിൽക്കുന്ന, അവ പെട്ടെന്നൊന്നും ആ സ്ഥാപനത്തെ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ആ സംസ്കാരത്തെ, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ, പെട്ടെന്നൊന്നും ആ സോഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാരണം? റൂട്ടഡ്, അതിൻ്റെ വേര് എന്ന് പറയുന്നത്, അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇൻ എ ഡീപ്പ് സീറ്റഡ് ഫ്രെയിം വർക്ക്, വളരെ ആഴത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിലനിൽക്കുന്ന നമുക്കിടയിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില സ്ഥാപനങ്ങളാണ് ഷേപ്പ് ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ വേൾഡ്. ലോകത്തെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണകളും ചിന്തകളും അനുഭവങ്ങളും രൂപപ്പെടുത്തുന്നത്. അതായത് നമ്മളെ കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പൊളിറ്റിക്കൽ ആവാം, മതപരമാവാം, പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആളുകളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്, ആളുകളുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് മതപരമായിട്ടുള്ളതാവാം, പൊളിറ്റിക്കൽ ആവാം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ളതാവാം. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവയ്ക്ക് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ അവ രൂപപ്പെടുത്തുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ചിന്ത, വിശ്വാസങ്ങളായിരിക്കാം ആ ഒരു പ്രദേശത്തെ മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ധാരണയും ചിന്തയും കാഴ്ചപ്പാടുമെല്ലാം മാറ്റം വരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഓരോ നാട്ടിലുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ നാട്ടിലെ ആളുകളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അറ്റ് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ലെവൽ, കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ, നമുക്ക് കൾച്ചറിന്റെ ഏറ്റവും താഴത്തെ തട്ട് ഇതാണെന്ന് പറയാവുന്നത് ഏതാണ്? ഒരു മോസ്റ്റ് ബേസിക് ലെവൽ എന്ന് പറയുന്നത്, ആ ഒരു ലെവലില് കൾച്ചർ റെഫേഴ്സ് ടു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴത്തെ രീതിയിൽ, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഒരാൾക്ക് കൾച്ചർ എന്താന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഷെയർഡ് ബിലീഫ്സ്, പരസ്പരം പങ്കുവെക്കുന്ന വിശ്വാസങ്ങളും വാല്യൂസ്, മൂല്യങ്ങളും, കസ്റ്റംസ്, ആചാരങ്ങളും, ബിഹേവിയേഴ്സ്, പെരുമാറ്റങ്ങളും, അതുപോലെ തന്നെ ആൻഡ് ആർട്ടിഫാക്ട്സ്, സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതികൾ, ദാറ്റ് ക്യാരക്ടറൈസ് എ ഗ്രൂപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞവയാണ് ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറൈസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതായത് മലയാളികളുടെ ബിലീഫ്സ്, മലയാളികളുടെ വാല്യൂസ്, കസ്റ്റംസ്, ബിഹേവിയർ, ആർട്ടിഫാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തില് മനുഷ്യരുണ്ടാക്കുന്ന ചില രീതികൾ, ആ രീതികളെയാണ് ഏത് ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പോലെ മനുഷ്യരുണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മലയാളിയുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുമാറ്റങ്ങളും, ഇതാണ് മലയാളികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്, ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ വേർതിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിൽ നിന്നും വിശ്വാസപരമായിട്ടും പെരുമാറ്റപരമായിട്ടും ആചാരപരമായിട്ടും വേർതിരിക്കുന്നത് എന്താണോ അതാണ് ബേസിക്കലി കൾച്ചർ എന്ന് പറയുമ്പോൾ. കൾച്ചർ എൻകംപാസസ്, കൾച്ചറിലെ ഉൾക്കൊള്ളുന്നു എവരിത്തിങ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം തൊട്ടു, എവിടെ മുതല്? എവരിത്തിങ് ഫ്രം ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, ആളുകൾ സംസാരിക്കുന്ന രീതി. വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, ആളുകൾ സംസാരിക്കുന്ന രീതി അവരുടെ കൾച്ചറാണ്. ഡ്രസ്, വസ്ത്രം ധരിക്കുന്ന രീതി. ആൻഡ് ഈറ്റ്, ഭക്ഷണം കഴിക്കുന്ന രീതി തൊട്ട് ടു ദയർ റിലീജിയസ് ബിലീഫ്സ്, അവരുടെ മതവിശ്വാസം വരെ.
പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആൻഡ് സോഷ്യൽ നോംസ്, അവരുടെ സാമൂഹികമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും. ഇതെല്ലാം അവ ഏത് തൊട്ട് മനുഷ്യന്റെ ഭക്ഷണം മുതല്, വസ്ത്രം മുതല്, സംസാരം മുതല്, അവന്റെ മതപരവും അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങൾ വരെ എന്താണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്, കൾച്ചറാണ്. അപ്പൊ ഇത്രയാണ് കൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു വിഭാഗത്തെ, ഒരു ഗ്രൂപ്പിനെ, ഒരു സൊസൈറ്റിയെ മറ്റൊന്നിൽ നിന്നും മാറ്റി നിർത്തുന്നത്, ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണോ ബേസിക്കലി അതാണ് കൾച്ചർ. ഇനി നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടേംസ് യൂസ്ഡ്? എന്തെല്ലാം പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ടു ഡിനോട്ട് ഇന്റർഗ്രൂപ്പ് റിലേഷൻസ്? ഇന്റർഗ്രൂപ്പ് റിലേഷൻസ് അതായത് ഒരു ഗ്രൂപ്പിനകത്തുള്ള ബന്ധങ്ങൾ, അതായത് ഒരു വിഭാഗത്തിനകത്ത് വരുന്ന ബന്ധങ്ങളില്ലേ, അതായത് കൂട്ടങ്ങളിൽ, ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. അപ്പൊ ഇന്റർ കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പല സംസ്കാരങ്ങൾ കൂടിയത്, പല സംസ്കാരങ്ങൾ കൂടിയതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർ കൾച്ചറൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർ കൾച്ചറില് അങ്ങനെ പലതും കൂടിയതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ യൂട്ടിലൈസസ് ദ ടേംസ്. ഒന്ന് മൾട്ടി കൾച്ചറൽ എന്നുള്ളതും ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഒന്നാമത്തെ പദമാണ് എന്ത്? അപ്പോ എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്? ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ്, അതായത് പല ഗ്രൂപ്പുകൾക്കുള്ളിലെ ബന്ധങ്ങൾ, ഗ്രൂപ്പിന്റെ ഉള്ളിലെ ബന്ധങ്ങൾ. അവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പലതും ചേർന്നത് ഈ കാലം, പല ആളുകൾ ചേർന്ന്. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്കകത്ത് പല മതക്കാരുള്ളത് പോലെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ അതായത് ഒരു ഗ്രൂപ്പിനകത്ത് ഉള്ള പല റിലേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന, യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് പദങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് മൾട്ടി കൾച്ചറൽ, പല സംസ്കാരങ്ങൾ. മറ്റൊന്നാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സംസ്കാര വൈവിധ്യം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, രണ്ട് പദങ്ങൾ ഓർക്കട്ടോ. അപ്പോ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനില് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ, ഒന്ന് കൾച്ചറൽ മൾട്ടി കൾച്ചറൽ, രണ്ടാമത്തേത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി കേട്ടോ. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻസ് യൂട്ടിലൈസസ് ദ ടേംസ് മൾട്ടി കൾച്ചറൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ടു ഡിനോട്ട്, എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി? ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ, ഒരു ഗ്രൂപ്പിൽ പല സംസ്കാരങ്ങൾ. ഏതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് എന്തുണ്ട്? ഒരുപാട് സംസ്കാരങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൾട്ടി കൾച്ചറൽ അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. The term multicultural signifies, multicultural എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത്, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് a rise, ഒരു ഉയർച്ചയാണ്, ഒരു കൂടി വരിക. A rise in the diversity of national origins, അതായത് ഒരു രാജ്യത്ത് ഉത്ഭവിച്ച ആളുകളുണ്ടല്ലോ, അവർക്കിടയില് വൈവിധ്യം, ഡൈവേഴ്സിറ്റി, അവർക്കിടയില് വ്യത്യാസം കൂടി വരിക. അതായത് ഒരു നാഷണൽ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ആളുകൾ, അവർക്കിടയിൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം അവർക്കിടയിൽ റൈസ് ചെയ്യുന്നു, കൂടി വരുന്നു, പൊങ്ങി വരുന്നു. എങ്ങനെയാണ് ഈ ആളുകൾക്കിടയിൽ വൈവിധ്യം പൊങ്ങി വരുന്നത്? റിസൾട്ടിങ് ഫ്രം ഇമിഗ്രേഷൻ. അപ്പൊ അതിന്റെ കാരണം ഇമിഗ്രേഷന്റെ ഫലമായിട്ടാണ്. ഇമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരിക. അപ്പൊ ഒരു രാജ്യത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ആളുകൾ, അതാണ് നാഷണൽ ഒറിജിൻസ്.
അവർക്കിടയിലേക്ക് ഇമിഗ്രേഷൻ, മറ്റൊരു രാജ്യത്ത് നിന്നും ആളുകൾ വരുന്നത് കൊണ്ട്, പലരും വരുന്നത് കൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് പല രാജ്യത്ത് നിന്നും ആളുകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളെ രാജ്യത്തെ ഡൈവേഴ്സിറ്റി റൈസ് ചെയ്യും, അതായത് വൈവിധ്യം ഇങ്ങനെ കൂടുക ചെയ്യാം. കാരണം പലരും വരുമ്പോൾ പലത് കൂടൂലേ, അതിങ്ങനെ കൂടുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് മൾട്ടി കൾച്ചറൽ എന്ന പദം. Multicultural signifies a rise in the diversity of national origins resulting from immigration. മാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഗ്രേറ്റർ വാരിയബിലിറ്റി ഇൻ ഡൊമസ്റ്റിക് ഗ്രൂപ്പ്സ്. ഡൊമസ്റ്റിക് ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകൾ, അവർക്കിടയിൽ ഒരുപാട് വാരിയബിലിറ്റി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വിഭാഗങ്ങൾ. കാരണം ഇവിടെ ഉള്ള ആളുകൾക്കിടയിൽ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവര്, അവർക്കിടയിൽ എന്ത് വരികയാണ്? അവർക്കിടയിൽ വരുന്ന വാരിയബിലിറ്റിയെ, അപ്പൊ ഗ്രേറ്റർ വാരിയബിലിറ്റി ഇൻ ഡൊമസ്റ്റിക് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻക്ലൂഷൻ ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങള്, അത്തരം വിഭാഗങ്ങളെ കൂടി ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ള ആളുകളിലേക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്ത്? മൾട്ടി കൾച്ചറൽ. അപ്പൊ മൾട്ടി കൾച്ചറൽ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് റൈസ് ഇൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് നാഷണൽ ഒറിജിൻസ് റിസൾട്ടിങ് ഫ്രം ഇമിഗ്രേഷൻ. ഇമിഗ്രേഷന്റെ ഫലമായിട്ട് നാഷണൽ ഒറിജിൻസിലെ ഡൈവേഴ്സിറ്റി കൂടുക, ആ രാജ്യത്തുള്ള ആളുകളിലെ വൈവിധ്യം ഇമിഗ്രൻസ് വരുന്നത് കാരണം കൂടുന്നു. രണ്ടാമത്തേത് ഗ്രേറ്റർ വാരിയബിലിറ്റി ഇൻ ഡൊമസ്റ്റിക് ഗ്രൂപ്പ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഗ്രൂപ്പുകൾ, അവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യുക? എണ്ണം കൂടുക, വർധനവ് വരിക. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പൊ ഇതിനെ സൂചിപ്പിക്കുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന ഒരു പദമാണ് എന്ത്? കൾച്ചറൽ, മൾട്ടി കൾച്ചറൽ എന്നുള്ളത്. As immigrants establish themselves in communities. അതായത് ഒരു നാട്ടില് ഇമിഗ്രൻസ് വന്നിട്ട് അവരാ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അവരവിടെ അങ്ങോട്ട് സ്ഥിരമാകുമ്പോൾ, ആ നാടിന്റെ ഒരു ഭാഗമായിട്ട് അവരങ്ങോട്ട് മാറുമ്പോൾ എന്തു സംഭവിക്കും? These areas progressively acquire a multicultural character. ആ ഭാഗത്തിന് ഒരു മൾട്ടി കൾച്ചറൽ ക്യാരക്ടർ വരും. അതായത് ഒരു നാട്ടിലേക്ക് ഇമിഗ്രൻസ് വരുമ്പോൾ, മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ആളുകൾ വരുന്നു, ഒരു നാട്ടിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യാണ്? ജീവിതം തുടങ്ങുന്നു, അവിടെ സെറ്റിലാകുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അവര് എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഒരു പ്രദേശം എന്തായിട്ട് മാറുന്നു? ഒരു മൾട്ടി കൾച്ചറൽ ക്യാരക്ടർ ആ ഒരു ഏരിയക്ക് ലഭിക്കുന്നു. അപ്പൊ ഒരു ഏരിയയിലേക്ക് ഇത്തരത്തിലുള്ള ഇമിഗ്രൻസ് വരുമ്പോൾ ആ ഏരിയക്ക് മൾട്ടി കൾച്ചറൽ ക്യാരക്ടർ ലഭിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഏത്? മൾട്ടി കൾച്ചറൽ എന്നുള്ളത്. ഇനി ദ ടേം ഡൈവേഴ്സിറ്റി ഈസ് occasionally used interchangeably with multicultural. ഈ മൾട്ടി കൾച്ചറൽ എന്ന പദം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പദം, ആ പദത്തിന്റെ കൂടെ ഇന്റർചേഞ്ചബിൾ ആയിട്ട്, അതുപോലെ ആ പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഏത്? കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ഇൻഡിക്കേറ്റിംഗ്, ആ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് കൾച്ചറൽ വാരിയേഷൻസ്. അതായത് കൾച്ചറൽ വാരിയേഷൻസ് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിലെ വൈവിധ്യം, പല സംസ്കാരങ്ങളുടെ സാന്നിധ്യത്തെ കാണിക്കാണ് എന്ത്?
കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പല പല സംസ്കാരങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ കൾച്ചറൽ വാരിയേഷൻസ് എന്ന് വെച്ചാൽ സംസ്കാരത്തിലെ വൈവിധ്യം, സംസ്കാരത്തിലെ വ്യത്യാസത്തെ കാണിക്കുന്നതിന് വേണ്ടി മൾട്ടി കൾച്ചറൽ എന്ന പദം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഇത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഓർ അല്ലെങ്കിൽ ഇനി ഓൺ സം ഒക്കേഷൻസ്, ചില സന്ദർഭങ്ങളിൽ ഡൈവേഴ്സിറ്റി ഓർ ദ ടേം ഇൻക്ലൂഷൻ, ചിലപ്പോഴൊക്കെ ഡൈവേഴ്സിറ്റി എന്ന പദം അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എന്നൊരു പദം കൂടി ഉപയോഗിക്കാറുണ്ട്. അതായത് എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ്, അതായത് പല പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധം, അല്ലെ പല പല കൾച്ചറുകൾ, അതായത് ഒന്നിനുള്ളിൽ തന്നെ ഒരുപാട് വരിക. അപ്പൊ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ ഡൈവേഴ്സിറ്റിയെ പോലെ തന്നെ ഇൻക്ലൂഷൻ എന്ന പദവും ഈസ് എംപ്ലോയിഡ്, ചിലപ്പോൾ ഉപയോഗിക്കുന്നു. മോർ ബ്രോഡ്ലി ടു അഡ്രസ്, ഈ പദം ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ഇഷ്യൂസ്, ചില വിഷയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏതുപോലെ? അസോസിയേറ്റഡ് വിത്ത് മൾട്ടി കൾച്ചറലിസവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത് ഇൻക്ലൂഷൻ എന്നുള്ളത്. ഏതുപോലെ? സച്ച് ആസ് പ്രെജുഡിസ്, മുൻവിധി. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ആളുകൾ, ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകൾ, അവരെ നമ്മൾ മറ്റൊരു തരത്തിലായി ഒരു മുൻവിധിയോട് കൂടി നമ്മൾ അവരെ കാണും. അതാണ് പ്രെജുഡിസ്, സ്റ്റീരിയോ ടൈപ്സ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബംഗാളികൾ, നമുക്ക് അവരെ കുറിച്ച് എല്ലാവരെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്, അതാണ് സ്റ്റീരിയോ ടൈപ്സ്. സെഗ്രഗേഷൻ, അതുപോലെ തന്നെ അവരോട് കാണിക്കുന്ന വിവേചനം. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, ആ ഇഷ്യൂസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഏത്? ഇൻക്ലൂഷൻ. അപ്പൊ മൊത്തത്തിൽ നമ്മളിപ്പോ 3 പദങ്ങൾ പറഞ്ഞു. ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസിനെ കാണിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന 3 പദങ്ങൾ. അതായത് ഒന്ന് മൾട്ടി കൾച്ചറൽ എന്നുള്ളത്, മറ്റൊന്ന് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, മറ്റൊന്ന് ഇൻക്ലൂഷൻ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ 3 പദങ്ങൾ നോക്കൂ. 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ ക്രോസ് കൾച്ചർ? എന്താണ് ക്രോസ് കൾച്ചർ? അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ, കേൾക്കാത്ത പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതെല്ലാം സിമ്പിൾ ആണ്, പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ എന്തായി പറയുന്നു എന്നുള്ളത് ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ് ക്രോസ് കൾച്ചർ? നേരെ ശ്രദ്ധിക്കുക. ദ ടേം ക്രോസ് കൾച്ചർ റെഫേഴ്സ് ടു ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് കൾച്ചറൽ ഗ്രൂപ്പ്. അതായത് പല പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളില്ലേ, അത്തരം ആളുകൾക്കിടയിൽ സംസാരിക്കുന്നതിനാണ് എന്ത് പറയാ? ക്രോസ് കൾച്ചർ എന്ന് പറയാം. പല സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ സംസാരിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു മലയാളി, ഒരു ബംഗാളി, ഒരു തമിഴ്, ഒരു ഹിന്ദി എന്നൊക്കെ പറയുമ്പോൾ പല സംസ്കാരമാണ്. ഇവർക്കിടയിൽ സംസാരിക്കണമെങ്കിൽ അവരുടെ സംസ്കാരങ്ങളെ കുറിച്ചൊരു അറിവ് വേണ്ടേ? അപ്പൊ അങ്ങനെ പല സംസ്കാരങ്ങൾക്കിടയിൽ പല സംസ്കാരമുള്ള ആളുകൾ അവർക്കിടയിൽ സംസാരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ക്രോസ് കൾച്ചർ. നേരെ മനസ്സിലാക്കട്ടോ. ദ ടേം ക്രോസ് കൾച്ചർ റെഫേഴ്സ്, ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഇന്ററാക്ഷൻസ്, സംസാരമാണ്, കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ ഡിഫറെന്റ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. അതായത് പല സംസ്കാരത്തിൽപ്പെട്ട ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അവർ തമ്മിൽ സംസാരിക്കാം. അതായത് ഒരു മലയാളി, ഒരു ബംഗാളി, ഒരു ഹിന്ദി, തമിഴ്, ഇവരൊക്കെ വ്യത്യസ്ത സംസ്കാര ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നതിൽ അത് ഓർത്തു വെക്കട്ടോ. ഇപ്പൊ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഗൾഫിക്ക് ജോലി ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു മലയാളി, ഒരു ബംഗാളി, ഒരു ഹിന്ദി, ഇങ്ങനെ പല ആളുകളാണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഏത്? ഇന്ററാക്ഷൻസ് എമംഗ് എംപ്ലോയീസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഇടയിലുള്ള സംസാരം ക്രോസ് കൾച്ചറാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ദുബായിൽ പോയിട്ട്, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട്, അമേരിക്കയിൽ പോയിട്ട്, കാരണം അവിടെ നമ്മൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ പല കൾച്ചറിൽപ്പെട്ട ആളുകളേക്കാണ്. അപ്പൊ ഈ ആളുകൾക്കിടയിലുള്ള സംസ്കാരമാണ് സംസാരം, ഇന്ററാക്ഷൻ. അപ്പൊ ഇത്തരം ആളുകൾക്കിടയിലുള്ള ആശയവിനിമയം കേട്ടോ, അതിനാണ് ക്രോസ് കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നേരെ ശ്രദ്ധിച്ചു വെക്കട്ടോ, എന്നാലും എഴുതാൻ കിട്ടുള്ളൂ. എന്താണെന്നറിയണം.
ഇത് നോക്കൂ, ഇറ്റ് ഇൻവോൾവ്സ്, ഇതിനെന്തു വേണം? ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എല്ലാവരെ കൊണ്ടൊന്നും പറ്റൂല. ഇതിനെന്തു വേണം? അണ്ടർസ്റ്റാൻഡിങ്. ഇതിന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിന് കൃത്യമായി നമുക്ക് എന്തറിയണം? ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. അതായത് കൾച്ചറൽ ഡിഫറൻസ്, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങള് കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? അതായത് സംസ്കാരം മാറുന്നത് കമ്മ്യൂണിക്കേഷനെ ഇമ്പാക്ട് ചെയ്യും. അതായത് മറ്റൊരു സംസ്കാരത്തിലുള്ള വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ അവരുടെ സംസ്കാരം അറിയണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ്. കൃത്യമായിട്ട് നമുക്ക് ഇത്തരത്തില് പല സംസ്കാരത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ, ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിനെ കുറിച്ച് അറിവ് വേണം? അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം. അതുപോലെ തന്നെ സോഷ്യൽ നോംസ്, സാമൂഹികമായിട്ടുള്ള രീതികള്, അതുപോലെ തന്നെ വാല്യൂസ്. ഇതിനെല്ലാം സംസ്കാരം മാറുമ്പോൾ ആ സംസ്കാരം ഇതിനെയെല്ലാം എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ നോംസ്, വാല്യൂസ് അല്ലേ? സംസ്കാരം മാറുമ്പോൾ മാറും. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളെ നാട്ടില് അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കൂപ്പ് കൈയാണ് അല്ലേ? എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല, ഷെയ്ക്കാനും കൊടുക്കും, ചിലപ്പോൾ ഹഗ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംസ്കാരം മാറുമ്പോൾ ആ സംസ്കാരം കമ്മ്യൂണിക്കേഷനിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച്, അത് വെർബൽ ആണെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിങ് വെർബൽ ആണെങ്കിലും അത് നോൺ വെർബൽ ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ ആയിട്ടുള്ള ശരീരഭാഷ കൊണ്ട് നമ്മൾ കാണിക്കുന്നത്, അതാണ് നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി സോഷ്യൽ നോംസ് ആവാം, സാമൂഹികമായിട്ടുള്ളതാണെങ്കിലും വാല്യൂസ് ആണെങ്കിലും. സംസ്കാരം മാറുമ്പോൾ ആ സംസ്കാരം ഇതിനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ധാരണ, ആ ധാരണ നമുക്ക് ക്രോസ് കൾച്ചറിന്, ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ക്രോസ് കൾച്ചർ, പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് വളരെ അനിവാര്യമാണ്. എസെൻഷ്യൽ ഏത്? ഈ ഒരു അറിവ് എന്തിന്? ഫോർ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്, അതായത് ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ. അപ്പം മറ്റുള്ള സംസ്കാരത്തിൽപ്പെട്ട, കൾച്ചറിൽപ്പെട്ട ആളുകൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്രോസ് കൾച്ചർ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്കാരത്തിൽപ്പെട്ട ആളുകളോട് എങ്ങനെ സംസാരിക്കാം, ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഫോസ്റ്ററിങ് കൊളാബറേഷൻ, അതുപോലെ തന്നെ നമുക്ക് സഹകരണം, കൊളാബറേറ്റ് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് യോജിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരേ റൂമിലേക്കാരം 4 ഭാഷ സംസാരിക്കുന്ന 4 കൾച്ചറിന്റെ ആളുകൾ ഒരുമിച്ച് താമസിക്കാം. എന്തുകൊണ്ടാണ് അത് കഴിയുന്നത്? അത് കഴിയുന്നത് ആ 4 പേർക്കും ക്രോസ് കൾച്ചർ ഉണ്ട്. ആ 4 പേർക്കും, മലയാളിക്ക് ഹിന്ദിയുടെ ലാംഗ്വേജും അവന്റെ സംസാരവും അറിയാം, സംസ്കാരവും അറിയാം. അപ്പൊ ഇത്തരത്തില് മറ്റുള്ളവരുടെ സംസ്കാരം അറിയണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും, കൊളാബറേഷൻ ഫോസ്റ്റർ ചെയ്യാൻ, ഐക്യം, യോജിപ്പുണ്ടാക്കാനും, അതുപോലെ തന്നെ നാവിഗേറ്റിംഗ് ഡൈവേഴ്സ് എൻവയോൺമെന്റ്സ്, വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ യോജിച്ച് നിൽക്കുക. അതാണ് നാവിഗേറ്റ് ചെയ്യുക. കാരണം സാധാരണ നമ്മൾ നാവിഗേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതി നോക്കുക എന്നൊക്കെ പറയും. ഇവിടെ അതല്ല, വ്യത്യസ്തമായിട്ടുള്ള എൻവയോൺമെന്റ്സിനെ ചേർത്ത് നിർത്തുക, ഐക്യത്തിൽ നിർത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മലയാളി, 4 ആളുകളാണ്, ഒരു മലയാളി, ഒരു ബംഗാളി, ഒരു ഹിന്ദി, ഒരു തമിഴ്. ഈ 4 ഡൈവേഴ്സ് എൻവയോൺമെന്റ്സ് ആണ്. ഡൈവേഴ്സ് എൻവയോൺമെന്റ്സിനെ നാവിഗേറ്റ് ചെയ്യണം, ഒരുമിച്ച് നിർത്തണം. അങ്ങനെ നിർത്തണമെങ്കിൽ ക്രോസ് കൾച്ചർ. അപ്പൊ എന്താണ് ക്രോസ് കൾച്ചർ? വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾക്കിടയിലുള്ള സംസാരം.
അതിനെന്ത് ചെയ്യണം, ആ സംസ്കാരങ്ങളെ കുറിച്ചും സംസ്കാരം മാറുമ്പോൾ ആ ഒരു സംസ്കാരത്തിലെ മാറ്റം കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. അതായത് സംസ്കാരം മാറിക്കഴിഞ്ഞാൽ മലയാളിയോട് സംസാരിക്കുന്ന പോലെ മറ്റൊരു സംസ്കാരത്തിലുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഇനി അടുത്തൊരു ടേമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തത് കേട്ടോ, 5ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ്? ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ് ഇത് കേട്ടോളൂ. ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്സ് ആർ, ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്സ് ആർ, ഈ ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പുകള് ഡിസൈൻഡ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു എൻഹാൻസ് പാർട്ടിസിപ്പൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ് ഇൻ നാവിഗേറ്റിംഗ് ഡൈവേഴ്സ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതായത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്കിടയിൽ, അതായത് വ്യത്യസ്തമായ സംസ്കാരമുള്ള ആളുകള്, അത്തരം ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് അവരുടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ധാരണയും അതുപോലെ തന്നെ അതിൻ്റെ സ്കില്ലും അതിൻ്റെ കഴിവും മെച്ചപ്പെടുത്താൻ വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ത്, ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ്. അപ്പൊ ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ് എന്തിനാ? ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻഹാൻസ്, മെച്ചപ്പെടുത്തുക, കഴിവ് കൂട്ടിയെടുക്കുക, എൻഹാൻസ് പാർട്ടിസിപ്പൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ് ഇൻ നാവിഗേറ്റിംഗ് ഡൈവേഴ്സ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. വ്യത്യസ്തമായ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ നാവിഗേറ്റ് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുപോവാം, അതിനുള്ള സ്കില്ല്. 4 സംസ്കാരത്തിൽപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകണം, നാവിഗേറ്റ് ചെയ്യണം, അതിനുള്ള സ്കില്ലും അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എൻഹാൻസ് ചെയ്യാം. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എന്ത്, ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതാണ്. ഇനി ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഫോസ്റ്ററിങ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ ഇതില് നമുക്ക് ഈ ഒരു കഴിവ് ഉണ്ടായി കഴിഞ്ഞാൽ, ഏത് കഴിവ്? ഡൈവേഴ്സ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ നാവിഗേറ്റ് ചെയ്യാൻ, വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ടായാൽ, ആ ഒരു കഴിവ് നമുക്ക് ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോസ്റ്ററിങ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ കൊളാബറേഷൻ, അവിടെ നമുക്കൊരു ഐക്യം, യോജിപ്പ്, ഒത്തൊരുമ, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പോവാം. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്തു വേണം? നമുക്ക് വേണ്ടത് ക്രോസ് കൾച്ചറാണ്. പല സംസ്കാരങ്ങളിൽ പെട്ട ആളുകൾക്കിടയിൽ സംസാരിക്കാം. ആ സംസാരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? പല സംസ്കാരത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സംസാരിക്കാനുള്ള സ്കില്ലും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും എൻഹാൻസ് ചെയ്യുന്നതാണ് എന്ത്? കൂട്ടുക, മെച്ചപ്പെടുത്തുക. ആ ഉള്ള കഴിവ് എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടുക. അതാണ് ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പ്. ഇനി അടുത്തത് നോക്കൂ, എന്താണ് ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി? ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോന്നും മനസ്സിലാക്കട്ടോ. നോക്കൂ, ദ ടേം ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഹാസ് എ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ്റ്ററി. ഈ ഒരു പദത്തിന്, ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പദത്തിന് ഒരു ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ്റ്ററി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് അത് ഇവിടെ ഉണ്ട്. അതായത് ഒരുപാട് നാളത്തെ ഒരു ചരിത്രം അതിനുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, അത് ലോങ് എസ്റ്റാബ്ലിഷ്ഡ്, ഒരുപാട് നാളായിട്ട് നമുക്കിടയിലുള്ളതാണ്. ഇനി ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിനോട്ടിങ്, അത് സൂചിപ്പിക്കുന്നത് ദ എബിലിറ്റി ടു ഡിസേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ്.
തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പൊ എന്താ, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മറ്റൊന്ന് ഡിസേൺ, തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് എന്ത്, കൾച്ചറൽ ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി. എന്താണ് തിരിച്ചറിയേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? കോംപ്ലക്സ് കൾച്ചറൽ പാറ്റേൺസ്, അതായത് സങ്കീർണമായിട്ടുള്ള സംസ്കാര രീതികൾ. കോംപ്ലക്സ്, സങ്കീർണമായിട്ടുള്ള, പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, കാരണം പല സംസ്കാരങ്ങളിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില രീതികളും ആചാരങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അവയെ മനസ്സിലാക്കിയെടുക്കുക, അതാണ് ഡിസേൺ ചെയ്യുക. അതെന്താണെന്ന് എന്ത് ചെയ്യുക, ഒരു ധാരണ ഉണ്ടാക്കി അത് മനസ്സിലാക്കിയെടുക്കുക, അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക. ഇതിനാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാ. ഇതിനാണ് എന്ത് പറയുന്നത്, ഇന്റർ കൾച്ചറൽ. അതായത് പല സംസ്കാരങ്ങളെ കുറിച്ചും ഒരു സെൻസ് ഉണ്ടാവുക, പല സംസ്കാരങ്ങളെ കുറിച്ചും ഒരു ബോധം ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്ത പദമാണ് ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ്. എന്താണ് ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് റീസെന്റ്ലി എമേർജ്ഡ് ടേം. ഈ അടുത്തിടെ പൊങ്ങി വന്നൊരു പദമാണത്. ഇതൊരു പഴയ പദമല്ല, ഇതൊരു റീസെന്റ്ലി എമേർജ്ഡ് ആണ്, ഈ അടുത്തിടെ വന്ന ഒരു ടേമാണ്. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻകംപാസിങ് എ റേഞ്ച് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്കിൽസ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും ചില സവിശേഷതകളും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക. എൻകംപാസിങ്, ഉൾക്കൊള്ളുക. ആ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ, റേഞ്ച് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഏതാനും സവിശേഷതകൾ, അതുപോലെ തന്നെ ഏതാനും സ്കില്ലുകൾ ഉൾക്കൊള്ളുക, നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് അതിന്റെ ഗുണം? അത് ഉണ്ടാക്കിയെടുത്താൽ ദാറ്റ് കോൺട്രിബ്യൂട്ട്, അതുകൊണ്ട് നമുക്ക് കഴിയുന്നു, സഹായമാകുന്നു ടു സക്സസ്ഫുൾ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെന്റ് കൾച്ചേഴ്സ്. അതായത് വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ട വ്യക്തികൾ, അവർക്കിടയിൽ വിജയകരമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ കഴിയുന്നതിനു വേണ്ടി ഏതാനും സവിശേഷതകളും ഏതാനും സ്കില്ലുകളും നമ്മളിൽ എൻകംപാസ് ചെയ്യാം, നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ്. കാരണം അതൊരു മത്സരമാണ്. അതായത് ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും, ചില ആളുകൾക്ക് അത് ഹിന്ദിക്കാരാണെങ്കിലും കുഴപ്പമില്ല, തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും ബംഗാളി ആണെങ്കിലും ഏത് കൾച്ചറിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരോട് പോയി സംസാരിക്കാനുള്ള ഒരു കഴിവ് അവർക്കുള്ളിലുണ്ടായിരിക്കും. അത്തരം ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറയാം. അതായത് പല സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കാനുള്ള ഒരു കഴിവ്. അതിനുവേണ്ടി നമ്മൾ ഏതാനും ക്യാരക്ടറിസ്റ്റിക്സും ഏതാനും സ്കിൽസും നമ്മളിൽ എൻകംപാസ് ചെയ്യണം, നമുക്കുള്ളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം, ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി 8ാമത്തെ ചോദ്യം കേട്ടോ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ ചോദിക്കാം, പ്രധാനപ്പെട്ടതാണ്, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ, വാട്ട് ഈസ്, എന്താണ് ദ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഷോർട്ടാണ് DMIS. DM അതായത് ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് എന്താണെന്നും എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായി വരുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ദ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, അതായത് DMIS, ക്രിയേറ്റഡ് ബൈ മിൽട്ടൺ ജോ ബെന്നറ്റ്. ഇത് ക്രിയേറ്റ് ചെയ്തത് മിൽട്ടൺ ജെ ബെന്നറ്റ് ആണ്. ഈസ് എ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇതൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ചില സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, ചില തിയറികളെ, ചില തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രൂപരേഖയാണിത്. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്
മാത്രമല്ല ഈ ഒരു രൂപരേഖ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്കൊരു ഐഡിയ നൽകും, നമുക്കൊരു ഇൻസൈറ്റ്, നമുക്കൊരു ഉൾക്കാഴ്ച നൽകും. എന്തിനെ കുറിച്ച്? ഇൻടു ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസസ് ആൻഡ് അപ്രോച്ചസ് ടു കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, അതായത് സംസ്കാര വൈവിധ്യം ഉണ്ട് അല്ലെ. ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യങ്ങളുടെ നാടാണ്, പ്രത്യേകിച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ, സംസ്കാര വൈവിധ്യത്തെ ആളുകൾ എങ്ങനെ സമീപിക്കുന്നുവെന്നും ആളുകൾ ഇതിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുവെന്നും സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുകയാണ് ഈ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന DMIS എന്ന് പറയുന്ന തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംസ്കാര വൈവിധ്യത്തെ ആളുകൾ എങ്ങനെ കാണുന്നു, അതുമായി ബന്ധപ്പെട്ട സംസ്കാര വൈവിധ്യവുമായി ബന്ധപ്പെട്ട ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണ്. ഇനി നോക്കൂ, ഈ ഒരു പഠനം ഇവരെങ്ങനെയാണ് നടത്തിയത്? ദ DMIS, അതിന്റെ ഷോർട്ടാണ് കേട്ടോ. ദ DMIS ഈസ് ഡിറൈവ്ഡ് ഫ്രം, അതായത് ഈ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ, ഈ ഒരു രൂപരേഖ, ഈ ഒരു തത്വം, ഇത് ഉണ്ടാക്കിയെടുത്തത്, രൂപപ്പെടുത്തിയെടുത്തത് ഫ്രം എക്സ്റ്റെൻസീവ് ഒബ്സർവേഷൻസ്, അതായത് വിശദമായിട്ടുള്ള കുറെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ തത്വം ഉണ്ടാക്കിയത്. കുറെ നിരീക്ഷണങ്ങൾ നടത്തി. അപ്പൊ ഈ നിരീക്ഷണങ്ങൾക്ക് എന്തു വേണം? പല സംസ്കാരത്തിൽ പെട്ട ആൾക്കാരെ കിട്ടണം, അവരെ നിരീക്ഷിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതായത് എക്സ്റ്റെൻസീവ് ഒബ്സർവേഷൻസ്, വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി. അതിന് എവിടുന്നാണ് ആൾക്കാരെ കിട്ടിയത്? കണ്ടക്ടഡ് ഇൻ അക്കാദമിക് ആൻഡ് കോർപ്പറേറ്റ് എൻവയോൺമെന്റ്സ്. അതായത് അക്കാദമിക് എൻവയോൺമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതായത് അക്കാദമിക് എൻവയോൺമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ പല സംസ്കാരത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും. അതിൽ മലയാളികൾ ഉണ്ടാവും, തമിഴിൽപ്പെട്ട കുട്ടികളുണ്ടാവും, ഹിന്ദി ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് അക്കാദമിക് എൻവയോൺമെന്റിൽ പെട്ട കുട്ടികളെ, അവരെ വിശദമായി പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഒരു ഫ്രെയിംവർക്ക്, ഒരു തത്വമാണ് എന്ത്? ഈ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്നുള്ളത്. ഇനി ഇവരുടെ ലക്ഷ്യം എന്താ? എയിമിങ്, ഈ പഠനം നടത്തുന്നതിന് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ്, അതായത് ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന കഴിവ്, അതാണ് എന്ത്? ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ്. ഈ ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ് എല്ലാവരിലും ഒരുപോലെ ആവില്ല. ചില ആളുകൾ ഇംഗ്ലീഷുകാരൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരോട് സംസാരിക്കാനും ഉണ്ടാവാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരിക്കും. അതാണ് ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ്. ഈ ഇന്റർകൾച്ചറൽ കോമ്പീറ്റൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കണ്ടെത്തലാണ് ഇവരുടെ ലക്ഷ്യം. ഇനി നമുക്കറിയാം, അതായത് നമ്മളെ നാട്ടിലാണെങ്കിലും പല തരത്തിലുള്ള പല സംസ്കാരങ്ങളുണ്ട്. ഈ പല സംസ്കാരങ്ങളിൽ പെട്ട ആളുകൾ, അവര് പല സംസ്കാരങ്ങൾക്കിടയിൽ വരുമ്പോൾ അവര് പല തരത്തിലാണ് ആളുകൾ പെരുമാറുക. ഈ നോക്കൂ, ഈച്ച് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും, ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഹാസ് എ പ്രിഡോമിനന്റ് എക്സ്പീരിയൻസ് ഓഫ് കൾച്ചറൽ ഡിഫറൻസ്. അതായത് കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച്, സംസ്കാര വ്യത്യാസത്തെക്കുറിച്ച്, സംസ്കാരത്തിലെ വ്യത്യാസത്തെക്കുറിച്ച് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും നന്നായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഓരോരുത്തർക്കും അറിയാം. അതായത് പല പല സംസ്കാരങ്ങളുണ്ട്, പല സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഓരോ ആളുകൾക്കും അറിയാം. ഇനി ഈ സംസ്കാരത്തിലെ വ്യത്യാസങ്ങളോട്, വൈവിധ്യത്തോട് ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ആളുകൾ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ്. അപ്പൊ ഒന്നാമത്തേത് പറയുന്നത് ഡിനേൽ എന്നുള്ളതാണ്.
ഒന്നാമത്തേത് ആദ്യം ആളുകൾ കാണിക്കുന്നത് നിഷേധമാണ്. അതായത് നിഷേധം, അതായത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസിനെ ഉൾക്കൊള്ളുന്നില്ല. ആദ്യമായിട്ട് ഡിനയലാണ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തേത് ഡിനയൽ ഓഫ് കൾച്ചറൽ ഡിഫറൻസ് റെഫേഴ്സ്, അതായത് കൾച്ചറൽ ഡിഫറൻസിനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സംസ്കാരം ഇവിടെ ഉള്ളൂ എന്ന് പറയലല്ല, അതിനെ നിഷേധിക്കുക, കൾച്ചറൽ ഡിഫറൻസിനെ നിഷേധിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ദ എക്സ്പീരിയൻസ് വേർ ഇൻഡിവിജ്വൽസ് എയ്തർ ഡു നോട്ട് പെർസീവ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് അവരുടെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണത്. ആ അനുഭവത്തിൽ, കാരണം റെഫേഴ്സ് ടു ദ എക്സ്പീരിയൻസ്, ഒരു അനുഭവമാണത്. ആ അനുഭവത്തില് ഇൻഡിവിജ്വൽസ് എയ്തർ ഡു നോട്ട് പെർസീവ് കൾച്ചറൽ ഡിഫറൻസ്, അതായത് കൾച്ചറൽ ഡിഫറൻസ് അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല. കൾച്ചറൽ ഡിഫറൻസ് ഒന്നുകിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്കത് കാണാൻ കഴിയുന്നില്ല, ഒന്നുകിൽ ആളുകൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ആളുകൾ പെർസീവ് ചെയ്യുന്നില്ല, ആളുകൾ ബോധ്യമാവുന്നില്ല, അതുകൊണ്ട് അവർ നിഷേധിക്കുകയാണ്. അല്ലെങ്കിൽ ഓർ പെർസീവ് ദം, അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പെർസീവ് ചെയ്യുന്നുണ്ട്. ഓർ പെർസീവ് ദം ഓൺലി ഇൻ വെരി ബ്രോഡ് കാറ്റഗറീസ്, അതായത് വിശാലമായ അർത്ഥത്തിൽ. ഏതുപോലെ? സച്ച് ആസ് ഫോറിനേഴ്സ്, അതായത് വിദേശികളോ അല്ലെങ്കിൽ മൈനോറിറ്റീസോ, അത്തരത്തില്. അതായത് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ, അതായത് ഫോറിനേഴ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തു നിന്നും മൈനോറിറ്റീസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. അതല്ലാത്തൊരു ഡിഫറൻസ് അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി കാണുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഫോറിനേഴ്സിന്റെ ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസേ കാണുന്നുള്ളൂ. ഇനി ഇൻ ദിസ് പൊസിഷൻ, ഇത്തരം ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽസ് ഹാവ്, ആളുകൾക്ക്, അതായത് ഡിനയൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ ആളുകൾ എന്തായിരിക്കും? ആളുകൾക്ക് എ മോർ കോംപ്ലക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഓൺ കൾച്ചർ കമ്പയർഡ് ടു അതേഴ്സ്. മറ്റു സംസ്കാരങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് ബൃഹത്തായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണുള്ളത്. കാരണം മറ്റു അത്തരത്തിലൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏതുപോലെ ഫോറിനേഴ്സോ അല്ലെങ്കിൽ ചില മൈനോറിറ്റീസ് ഒക്കെ ഉണ്ടാവാം, അല്ലാതെ ഒരു സംസ്കാരത്തിൽ ഡിഫറൻസ് ഇല്ല എന്ന് ഇവർ ധരിക്കുന്നു. എന്നാൽ വിശാലമായിട്ട് ഇങ്ങനെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള ധാരണ ഇവർക്കുണ്ട്. ഇനി രണ്ടാമത്തേത് ഡിഫൻസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ? ഡിഫൻസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇൻഡിവിജ്വൽസ് ബിഗാൻ ടു റെക്കഗ്നൈസ് കൾച്ചറൽ ഡിഫറൻസ്, അതായത് കൾച്ചറൽ ഡിഫറൻസ് ആളുകള് തിരിച്ചറിയുന്നു, പക്ഷെ സമ്മതിക്കൂല. അതായത് സംസ്കാര വൈവിധ്യം ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നു, ബട്ട് റിയാക്ട് ഡിഫെൻസീവ്ലി, പക്ഷെ അവരതിനോട് എതിർക്കും, അവരതിനെ പ്രതിരോധിക്കും, അവർ സമ്മതിക്കില്ല. മാത്രമല്ല ഓപ്പൺ വ്യൂവിങ്, പലപ്പോഴും അവരുടെ ധാരണ, അവരുടെ ചിന്ത ഇങ്ങനെ ഇക്കാരം their own culture as superior and others are inferior. പലപ്പോഴും അവരുടെ ധാരണ എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ കൾച്ചറാണ് എന്ത് വലുത്, സുപ്പീരിയർ, മറ്റുള്ളവരുടെ കൾച്ചർ എന്താണ്? ഇൻഫീരിയർ ആണ്, അതായത് താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. ഈ ചിന്ത വെച്ച് മറ്റു കൾച്ചറിനെ ഇവര് എതിർക്കും. അതായത് ഇതാണ് ഡിഫൻസിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്ന ഘട്ടം എന്ന് പറയുന്നത് മിനിമൈസേഷന്റെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം മിനിമൈസേഷൻ. ഈ ഘട്ടത്തില് ഇൻഡിവിജ്വൽസ് അക്നോളേജ്, ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും? അംഗീകരിക്കും, ഉൾക്കൊള്ളും കൾച്ചറൽ ഡിഫറൻസിനെ അക്നോളേജ് ചെയ്യും. ബട്ട് ടെൻഡ് ടു ഡൗൺ പ്ലേ ദം, പക്ഷെ എന്ത് ചെയ്യില്ല? അവരതങ്ങോട്ട് വലിയ രീതിയിൽ അവരതങ്ങോട്ട് എന്ത് ചെയ്യില്ല? അംഗീകരിക്കുമെങ്കിലും
അതിനോട് അങ്ങോട്ട് അവൾ പൊരുത്തപ്പെട്ടങ്ങ് വരില്ല. എന്താ കാരണം? എംഫസൈസിങ് സിമിലാരിറ്റീസ് ആൻഡ് യൂണിവേഴ്സൽ വാല്യൂസ്. അതായത് ഇവർ പരമാവധി എന്ത് ചെയ്യും? ഇവര് സിമിലാരിറ്റീസിന്, സാമ്യതയ്ക്കും അതുപോലെ തന്നെ യൂണിവേഴ്സൽ വാല്യൂസ് എല്ലായിടത്തും ഒരുപോലെയുള്ളതിനെ മാത്രം ഇവർ എംഫസൈസ് ചെയ്യും. അതിന് മാത്രം ഊന്നൽ കൊടുക്കും. അതേ സമയത്ത് ഡിഫറൻസസിന് കണ്ടില്ല എന്ന് വെക്കും. പക്ഷെ ഉണ്ട് എന്ന് ഇവർക്കറിയാം. പക്ഷെ ഇവരുടെ ഡിഫറൻസിനെ, കൾച്ചറൽ ഡിഫറൻസിനെ പ്രൊജക്റ്റ് ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യും? യൂണിവേഴ്സൽ വാല്യൂ, പൊതുവായിട്ടുള്ളതിനെ, സിമിലാരിറ്റീസിനെ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. എന്ന് വിചാരിച്ച് കൾച്ചറൽ ഡിഫറൻസിനെ അക്നോളേജ് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, they depend their own cultural norms as a point of reference. മാത്രമല്ല ഇവരെപ്പോഴും ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട്, ഒരു ആധികാരികമായിട്ട്, ഒരു റെഫറൻസ് ആയിട്ട് ഇവരെപ്പോഴും ഇവരുടെ സംസ്കാരത്തെയാണ് ആശ്രയിക്കുക. അതായത് മറ്റൊരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്ന് സമ്മതിക്കും. പക്ഷേ മാക്സിമം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കാണിക്കും. എങ്ങനെ? ഇവരെന്ത് ചെയ്യും? സിമിലാരിറ്റീസിനെയും അതുപോലെ തന്നെ യൂണിവേഴ്സൽ വാല്യൂസിനെയും എന്ത് ചെയ്യും? ഊന്നൽ കൊടുക്കും. ഇനി അടുത്തത് ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ് മറ്റൊരു ഫേസ്. ആക്സെപ്റ്റൻസ്. ഈ ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് റെക്കഗ്നൈസ് ആൻഡ് വാല്യൂ ദ ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചേഴ്സ്. സംസ്കാരത്തിലെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും വാല്യൂ ചെയ്യുകയും ചെയ്യുന്നു. അക്നോളേജിങ് ദാറ്റ്, ഇവർ അംഗീകരിക്കും എന്ത്? ഡിഫറെന്റ് കൾച്ചേഴ്സ് ഹാവ് ഡിഫറെന്റ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. അതായത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത്, ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള ബലവും അതുപോലെ തന്നെ വീക്ക്നെസ്, പോരായ്മകളും ഉണ്ടെന്ന്, ബലവും അതുപോലെ തന്നെ ദുർബലമായിട്ടുള്ളതും ഉണ്ടെന്ന്, ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടെന്ന് ഇവർ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ they can appreciate and respect cultural differences without judgment. ഇവർക്ക് എന്തിനു കഴിയും? യാതൊരുവിധ മുൻവിധികളോ ധാരണകളോ കൂടാതെ ഇവർക്ക് കൾച്ചറൽ ഡിഫറൻസസിനെ, സംസ്കാരത്തിലെ വൈവിധ്യങ്ങളെ, വ്യത്യാസങ്ങളെ ഇവർക്ക് റെസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഉൾക്കൊള്ളാനും അപ്രിഷിയേറ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. അടുത്തത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന. അഡാപ്റ്റേഷൻ എന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഫേസ് ഇൻഡിവിജ്വൽസ് ക്യാൻ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിലെ വ്യക്തികൾക്ക് കഴിയും അഡാപ്റ്റ് ദെയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ. ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സംസ്കാരത്തെയും സംസാരത്തെയും ഇവരെന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്യും. അതായത് ഇവർ മാറ്റും. എന്തിനു വേണ്ടിയിട്ട്? ടു ഫിറ്റ് വേരിയസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾക്ക് ഫിറ്റാകുന്നതിന് വേണ്ടി, വ്യത്യസ്തമായ സംസ്കാരങ്ങളോട് ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി ഇവരുടെ ബിഹേവിയറും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇവര് ചേഞ്ച് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. മാത്രമല്ല അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്, ഇവർക്ക് ധാരണ ഉണ്ട്, ഇവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്ത്? there is no single right way of doing things. അതായത് കാര്യങ്ങൾ ചെയ്യാൻ ശരിയായ ഒരേ ഒരു വഴി മാത്രമല്ല ഉള്ളത് എന്നിവർക്ക് കൃത്യമായ ബോധമുണ്ട്. they are able to function effectively in cross cultural situations. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് കൾച്ചറൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ, പല സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പോവാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് നല്ല നിലയിൽ ഫലപ്രദമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. കാരണം അവർ സാഹചര്യത്തിനൊത്ത് അവരെന്ത് ചെയ്യും? മാറും. അവരെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അവർ സാഹചര്യത്തിനൊത്ത് അവരുടെ സംസാരവും അവരുടെ സംസ്കാരവും പെരുമാറ്റവും അവര് മാറ്റിയിട്ട് സാഹചര്യത്തിനൊത്ത് അവർ ഫിറ്റ് ആകുന്നു. ലാസ്റ്റ് വണ്ണാണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. അതായത് ഇവിടെ ഇൻഡിവിജ്വൽസ് വിത്ത് എ ഡീപ്പ് ആൻഡ് ന്യൂആൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത്
ഇവിടെ ഏതാനും വ്യക്തികൾ, ആ വ്യക്തികൾക്ക് വളരെ ഡീപ്പായിട്ടുള്ളതും അതുപോലെ തന്നെ ന്യൂആൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ധാരണകളുണ്ട്. ഇവർക്ക് ഒരു സംസ്കാരത്തിൽ മാത്രമല്ല ഇവർക്ക് ധാരണ ഉള്ളത്, ഇവർക്ക് ന്യൂആൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്. ഇവർക്ക് കൾച്ചറൽ ഡിഫറൻസസിനെ കുറിച്ച്, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളെ കുറിച്ച് വ്യത്യസ്തമായി കൃത്യമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ബോധം, ധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ്, ഇവര് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിലെ ധാരണകളെ ഇവര് ഒരുമിപ്പിക്കും, ഇവർ യോജിപ്പിച്ചിട്ട് ഇൻടു ദെയർ ഓൺ വേൾഡ് വ്യൂ, അവരുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇത്തരം ആളുകളുടെ കാഴ്ചപ്പാട്, സംസ്കാരം എന്ന് പറയുന്നത് പല സംസ്കാരങ്ങളിൽ നിന്നും എടുത്തതായിരിക്കും. അല്ലെ, ഗാന്ധി ഇങ്ങനെ പറയാറുണ്ട്, അതായത് എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് പല വിഭാഗങ്ങളിൽ നിന്നും എടുത്തൊരു സംസ്കാരമാണ്. അപ്പൊ അത്തരം ഒരു സംസ്കാരമായിരിക്കും ഇവരുടേത്. സോ അതുകൊണ്ട് they are able to move comfortably between different cultural context. ഇത്തരം ആളുകൾക്ക് വ്യത്യസ്തമായ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ, അത് വ്യത്യസ്തമായ മതത്തിന്റെ ആളുകളാണെങ്കിലും വ്യത്യസ്തമായ ഭാഷകളിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇത്തരം വിഭാഗത്തിൽ, അതായത് ഇന്റഗ്രേഷൻ, പല സംസ്കാരങ്ങളിൽ സമന്വയിപ്പിക്കാൻ, കൂട്ടിയിട്ട് ഒരു സംസ്കാരമായി മാറാൻ കഴിയുന്ന ആളുകൾക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഡിഫറെന്റ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ, വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾക്കിടയിൽ സുഖകരമായിട്ട് ജീവിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം നമ്മൾ വ്യത്യസ്തമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ വ്യത്യസ്തമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇന്റർ കൾച്ചറൽ കോമ്പീറ്റൻസ് ആണ് വേണ്ടത്. അതായത് പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകണം, അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവ്, അതിന് എന്തൊക്കെയാണോ വേണ്ടത്, ആ വേണ്ട സ്കില്ല് നമ്മളുടെ സംസാരത്തില്, ഇന്ററാക്ഷനിൽ വേണം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ 6ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ ചാപ്റ്റർ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ അങ്ങോട്ട് മനസ്സിലാക്കുക, നോട്ട് കൃത്യമായിട്ട് വായിക്കുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു യൂണിറ്റ് വളരെ ലെങ്ത് ഉള്ളതാണ്, വലിയൊരു യൂണിറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട്, കാരണം ഇത്ര വലിയ യൂണിറ്റ് ആവുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ എടുക്കാൻ കഴിയുള്ളൂ, കാരണം ഇത് അപ്ലോഡ് ചെയ്യും വേണ്ടേ. അപ്പൊ സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.